ഗൈസ്, നമുക്കിന്ന് നല്ല അടിപൊളി ഉണക്കക്കറി ഉണ്ടാക്കിയാലോ. സ്രാവിൻ്റെ ഉണക്കലിൻ്റെ കറിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു 5 ചെറിയ ഉള്ളി, തക്കാളി 2, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ചെറിയുള്ളി ഒരു 5 എണ്ണം ചെറുതാക്കി അരിഞ്ഞത്, ഇഞ്ചി ചെറിയ കഷ്ണം, ഒരു 4-5 വെളുത്തുള്ളി. ഇതാണ് നമ്മളെടുത്ത് വെച്ച തേങ്ങ. അതിലൊരു 5 ചുവന്നുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം നന്നായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. വലിയുള്ളി 1 കട്ട് ചെയ്ത് വെച്ചത്. ഇതാണ് നമ്മളെടുത്ത് വെച്ച സ്രാവ്. ഈ സ്രാവ് കൊണ്ടാണ് നമ്മൾ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, മല്ലിപ്പൊടി, കുറച്ച് നമുക്ക് ഉലുവയും കൂടി എടുത്ത് വയ്ക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഉണക്കൽ, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ചെറിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, വലിയുള്ളി ചെറുതാക്കി കട്ട് ചെയ്തത്, തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തത്. ഇനി നമുക്ക് ചീഞ്ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം. ആദ്യം അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉലുവ നന്നായിട്ട് മൂക്കുന്നുണ്ട്. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. നമ്മൾ ചെറുതായി കട്ട് വെച്ച ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇനി ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴറ്റുക. അതിൻ്റെയൊക്കെ ഒരു പച്ച മണം ഉണ്ടാവും, അത് നന്നായിട്ട് പോകണം. നമ്മളിത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ആദ്യം നന്നായിട്ട് ചട്ടി ചൂടായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിനകത്തേക്കാണ് നമ്മളിതൊക്കെ ചേർത്തത്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ച വെളിച്ചെണ്ണ, വലിയുള്ളി ചെറുതാക്കി അരിഞ്ഞത്, തക്കാളി, പച്ചമുളകും ഈ മസാലകളുമാണ് നമുക്ക് ഇടാനുള്ളത്. അപ്പോൾ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. എല്ലാവർക്കും ബോറടിക്കുന്നുണ്ടാവും. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. മുമ്പ് വീഡിയോ ചെയ്ത് കുറേ കാലം മുമ്പ് ചെറുതായിട്ടൊക്കെ എടുത്തതാണ്. ഫുഡിൻ്റെ വീഡിയോ ഒക്കെ, ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ട് എടുക്കുകയാണ്, സ്രാവ് കറീൻ്റെ വീഡിയോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം, എന്നാലേ നമുക്കിത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക. എന്നിട്ട് ഇനിയും നല്ല നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന നല്ലോണം ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുത്തു. നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അവസാനം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അധികം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം എന്താ വെച്ചാൽ സ്രാവായതുകൊണ്ട്, ഉണക്കലും ആയതുകൊണ്ട് അതിനകത്ത് ഓൾറെഡി ഉപ്പുണ്ടാവും. അപ്പം നമ്മൾ ഇതിനകത്ത് അധികം ഉപ്പ് ചേർക്കുന്നില്ല. ആവശ്യമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്തു. കാരണം നമുക്ക് വീഡിയോ പിടിച്ചു തരാൻ ഇപ്പോൾ ഇവിടെ ആരുമില്ല. എക്സാമൊക്കെ ഏതാണ്, മക്കൾ എക്സാമിൻ്റെ തിരക്കിലാണ്. അതുകൊണ്ടാണ്, ഞാൻ തന്നെ ചെയ്യുന്നതുകൊണ്ടാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ടത് മസാലകൾ. നിങ്ങൾക്ക് ആദ്യം മഞ്ഞളിടാം, പിന്നെ മല്ലി ഇടാം, പിന്നെ മുളക് പൊടി ഇടുക, പിന്നെ ഫിഷ് മസാല ഇട്ടിട്ട് നന്നായിട്ട്
ആ പച്ച മണം മാറുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ടേസ്റ്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയുക. നന്നായിട്ട് വഴറ്റിയെടുക്കുക. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ഇനി പുളിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വാളംപുളീൻ്റെ വെള്ളമാണ്. അതാദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പുളീൻ്റെ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി തേങ്ങ അരച്ചതാണ്. തേങ്ങയും ചെറിയുള്ളിയും കൂടി അരച്ചെടുത്തത് സ്രാവ്. ബാക്കി എല്ലാ മസാലകളും നമ്മൾ ചേർത്തു. ഈ തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. കുറച്ച് മഞ്ഞളുടെ കുറവുണ്ട്, കുറച്ചിട്ട് കൊടുക്കാം. സ്രാവ് ഇട്ട് കൊടുക്കുകയാണ്. ഈ തിളച്ച് കഴിഞ്ഞിട്ട് സ്രാവ് ഇടുന്ന ഇഷ്ടമല്ല, കാരണം നന്നായിട്ട് അതിന് ഉപ്പ് കറിയിലേക്ക് പിടിക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ അരച്ചിട്ടപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നതാകുമ്പോൾ അതിൻ്റെ കൂടെ വേവുന്നതിനനുസരിച്ച് ആ ഉപ്പ് കറിയിലേക്ക് പിടിച്ചോളൂ. അപ്പോൾ ഓവറായിട്ട് ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല. കറി നന്നായിട്ട് തിളച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി നമുക്ക് തിളപ്പിച്ചു. നല്ല അടിപൊളിയായിട്ട് തിളയ്ക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് കുറുക്കി ഇടുന്നവരെ നിൽക്കുക.